എങ്ങനെയുണ്ടോ കുട്ടികള്? ആ ആരാണ് അവിടെ ചിരിക്കുന്നത്? പിന്നെ ഞാനിന്ന് നിന്നൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാണ് ചിരിച്ചത്? ഞാൻ ഫിസിക്സിൽ ഒരു തമാശ വായിച്ച് അറിയാതെ ചിരിച്ചു പോയതാ. തമാശ? ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. താങ്ക് യു ഫാദർ. ഇരുന്ന് പഠിക്കാം. കള്ളപ്പിള്ളര്. അളിയ കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചോ. വാർഡൻ ചുണ്ടലി ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളും. ശരിയാ. ഗുഡ് മോർണിംഗ് സർ. എയർ കണ്ടീഷനിങ്ങുള്ള മുറി വേണം. അഡ്രസ് ടി മത്തായി, ഷീർവാണി, മധുര. ഇവിടെ. അഡ്വാൻസ്? ഇയാളിവിടെ പുതിയതാണല്ലയോ? ഫോണല്ലയോ ഇരിക്കുന്നത്? വിളിച്ചു ചോദിക്കേ. 3477 കൊച്ചു മുതലാളിയെയോ വലിയ മുതലാളിയോ വിളിച്ചു ചോദിക്ക്. തട്ടയില് മത്തായിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കണമെന്ന്. എന്നാ തന്തയും മോനും എനിക്കും പലതിനും അഡ്വാൻസ് തരേണ്ടി വരുമെന്ന് പറഞ്ഞേരെ. സോറി സർ. അച്ചായനുണ്ട്. ആരാ മോളെ കുട്ടി? അപ്പച്ചനെ കാണാമെന്ന് ആരേണ്ട. അപ്പച്ചൻ പള്ളി പോയിരിക്കും, ഇപ്പൊ വരും. അല്ല, എനിക്ക് ഇത്തിരി തിടുക്കുണ്ടായിരുന്നു. മോളെ കുട്ടി, അച്ചായൻ കാണണ്ട. ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം. ഞാൻ ഇറങ്ങുവാ. ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവോ? അതോ ഇന്നലത്തെ കോലത്തിലാവോ വരവ്? ചെലവാക്കാനല്ലടി, കളിയല്ലേ. ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അല്ലേ തന്നെ ഒരുപാടില്ലേ? അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എടാ മുടിഞ്ഞോനെ, രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കുറ്റം പറയാതട. നോക്കിയ ഡോക്ടർമാരൊക്കെ നിനക്കാ കുഴപ്പമെന്നല്ലേ പറഞ്ഞത്? അമ്മച്ചി, ഞാനൊരു തമാശ പറഞ്ഞതല്ലയോ. എങ്ങോട്ടാടാ? പള്ളി പോക്കൊന്നും. പിന്നെ ഞാൻ പോവാ. ഉച്ചക്കുർബാന കഴിഞ്ഞിട്ട് വേണം മില്ലി പോവാൻ. വാടി. ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥത്തിലാണ് അമ്മച്ചി എടുത്തത്. ഒരു കാര്യം ശരിയാ, വലിയ മിറാക്കളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്നൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ച് നീ ചെറുപ്പമാണ്, മറ്റൊരു വിവാഹം കഴിക്കുന്നൊക്കെ പറയാൻ മാത്രം മഹാനല്ല ഞാൻ. നീ പോയാലും നിന്നെ ഞാൻ വിടുകല. എനിക്ക് നിന്നെ വേണം. രാവിലെ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ? അയ്യോ അപ്പച്ചൻ, പാപ്പി പാപ്പി, എന്തോ പന്ന കഴിവാടവനെ അപ്പം വരുന്നുണ്ട്. എടാ വണ്ടി ഇറങ്ങണ പാപ്പി കഴിവാടവൻ. എന്തിനാ ഇറങ്ങണ? തന്തയ്ക്ക് പറക്കാട്ടോനെ. എങ്ങോട്ടാ രാവിലെ? ഇത് കാശിൽ എടുക്കോട്ട്. ആഴ്ചയിൽ 6 ദിവസം അറക്കപ്പൊടിക്കത്തും തേയിലപ്പൊടിക്കത്തും കിടന്ന് ഉരുളുന്ന എനിക്ക് 7ാമതൊരു ദിവസം 250 രൂപ ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയോ? 250 രൂപ ഉണ്ടായത് 2500 രൂപ കാണുമായിരിക്കും. 2500 രൂപ ഉണ്ടായത്. ഇത് 10000 രൂപ ഉണ്ട്. അയ്യോ അപ്പച്ചാ, ഇത് മുഴുവൻ എനിക്ക് ചെലവാക്കാനല്ല. മലപ്പുറത്ത് നിന്ന് 3 കൂപ്പ് തടി വന്നു, നിലമ്പൂരിൽ 4 കൂപ്പ് തടി വന്നു. ലോഡിംഗ് അൺലോഡിംഗ്, കയറ്റുകൂലി കയറ്റിറക്കുകൂലി, അട്ടി മറി. പാപ്പി ആരാണ്? ആർക്കറിയാം? ആരായാലും ദീർഘായുഷ്മാനായിരിക്കട്ടെ. നല്ല നേരത്തെ വന്ന് കയറിയത്.
എവിടെ ഞാൻ ഡ്രാഫ്റ്റ് അയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? കിട്ടി. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, നീ അകത്തോട്ട് വാ. വാ. മുതലാളി, പിഴച്ചുണ്ടായ കൊച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് 3-4 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. 3-4 15 ഇല്ലയോടാ? ആ, കണക്ക് പറയുമ്പോ അത്രയൊക്കെ ഉണ്ടാവും. മൊട്ടക്കൊന്നും പാറയോ കഴിഞ്ഞു വരുമ്പോ. അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ എന്നതാ പറഞ്ഞോണ്ട് വരുന്നേ? മുതലാളി, കൊച്ചിന് വയസ്സ് 10-17 ഇക്കൊല്ല അല്ലേല് അടുത്ത കൊല്ലം അതിനെ കെട്ടിച്ചു വിടാനുള്ളതാ. പൊന്നുപോലെയാ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്. ഈ 4 ഏക്കർ മൊട്ടക്കൊന്നും കണ്ടോണ്ട് വരുന്ന കണ്ട ആപ്പൂപ്പയ്ക്കൊന്നും ഞാൻ എന്റെ മോളെ കൊടുക്കത്തില്ല. കൊടുക്കണമെന്ന് മുതലാളിയും പറയത്തില്ല. എനിക്കറിയാം. ആ, ജനനദോഷം. എവിടെ ഇരിക്കേണ്ട കുഞ്ഞാ അത്. ഈ മത്തായിയുടെ മോളായിട്ട് കഷ്ടപ്പെടാനാ അതിന്റെ വിധി. 6-7 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടുന്ന് ഉണ്ടാക്കിയില്ലേ. മൂന്നാറിലുള്ള ഇവിടുത്തെ എസ്റ്റേറ്റ് ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുത്താൽ അതിനൊരു ജീവിതം കിട്ടും. ആരൊക്കെ ഇപ്പൊ ചെയ്ത കുട്ടപ്പായി അറിയും. അവൻ അറിയണ്ട, അറിയാൻ പാടില്ല. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ അറിയാതിരുന്നാൽ ഒക്കുമോ? ഒക്കും, ഒക്കണം. ആ, അവളിപ്പോ സാരി ഉടുക്കാറായി കാണുമല്ലോ. കൊടുക്കാറായി. വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് വാങ്ങുണ്ടോ? കൊല്ലാകൊല്ലം ഇവിടുന്ന് നിൽക്കുന്നതല്ലേ അവൾ ഉടുക്കാറ്. ദേ 4-5 സാരി ഉണ്ട്, ഇതങ്ങ് കൊടുത്തേക്കൂ. ആ, ഇത് പറ്റോ? തൽക്കാലം നീ പോ. ആ മത്തായി, ഓ. അവക്ക് കല്യാണം. ഞാൻ സ്കൂട്ടർ. ആഹാ, കുട്ടപ്പായി കോൾ അടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചുപറി വരെ എവിടെയോ അവൻ നേടും. ഇല്ലിക്കൽ റപ്പായുടെ മോനല്ലേ? ആ, എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കേ, സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാര്, ക്രിസ്ത്യാനികളല്ല കേട്ടോ, വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ. അംഗവും കണ്ട് താളിയോടിച്ചെന്ന് പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതുമൊക്കെ സാധിച്ച്. ഇതെന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതി മതമൊക്കെ ഒന്ന് തന്നെയാ, അല്ലേടാ? അതെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാന പാടി നടന്നവന്മാരൊക്കെ ഇന്ന് മിടുക്കന്മാരായി പോയി. ഞാൻ നിർത്തി. എടോ പഠിക്കരേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നേ? തീർന്നു. എന്നാ ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയില്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാന്നാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയാൽ എനിക്ക് മാത്രമല്ല, തനിക്കുണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. ആ, പക്ഷേ ആ കലുങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. എന്തോ കേട്ടോടാ രാവുണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റപ്പായിയുടെ മുന്നേറ്റം. വെള്ളമില്ലെങ്കിൽ ബോർവെല്ലുണ്ടാക്കണോ? അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും, ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു, കന്നുകൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്. നമ്മുടെ ഇല്ലിക്കൽ റപ്പായുടെ തന്തേ. പത്രോസിന് 20 അരിയുടെ പഴങ്ങഞ്ഞിയും 2 പച്ചമുളകും കൂടെ കൊടുത്താൽ അവൻ വിട്ടും. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കലായിരുന്നു അങ്ങനെ. എന്താണ് പറഞ്ഞേ? ഒന്നും
കുട്ടപ്പായോട് കളിച്ച് കളിച്ചോണ്ട് തെപ്പിയാന്നിരിക്കും തേണ്ടി പോടാ. എന്താ കുട്ടപ്പായത്? എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറയുന്നത് കേൾക്ക്. പോടാ. കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതിപ്പോ പ്രൈവറ്റ് വഴിയാ. നിങ്ങൾ ഉടമസ്ഥന്മാർ തമ്മിൽ തീർക്കുന്നതാ നല്ലത്. ഞാനൊരു അതിക്രമം അങ്ങ് ചെയ്യും. സാറ് പോലീസിനെ പട്ടാളത്തിനെ ആക്കായിരുന്നാ മതി. ആ, ഒരു മയത്തിലൊക്കെ വേണേ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ വരട്ടെ.